ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ. പാടെ തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായി മാറിയ അമ്പലക്കുളങ്ങര KG പടി റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി LDF കൌൺസിലർമാർ തിരൂർ മുനിസിപ്പൽ ഓഫീസിന് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. തൃക്കണ്ടിയൂർ പ്രദേശം ഉൾക്കൊള്ളുന്ന വാർഡുകളിലെ കൌൺസിലർമാരായ അഡ്വക്കേറ്റ് ജീന ഭാസ്കർ, സീതാലക്ഷ്മി തുടങ്ങിയവരാണ് സമരം നടത്തിയത്. ഭരണം നാറിയ ഭരണം, ആരെ പോറ്റാൻ ആരെ വളർത്താൻ, നഗരസഭ അധികാരികളെ അയ്യത് നാണക്കേട്, മുനിസിപ്പാലിറ്റി ഭരിക്കുന്നവരെ. പാർട്ടി AC അംഗം P സുമിത്ത ഉദ്ഘാടനം ചെയ്തു. KM അഷ്റഫ്, ഷിഹാബ് അടിപ്പാട്ട്, KP ധനേഷ്, ഗീത പള്ളീരി, ഭാസി തിരൂർ, അനീഷ് കാടായി, MP രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കൌൺസിലർമാരായ അനിത കല്ലേരി, സരോജാദേവി, ഖദീജ ഫിറോസ്, സീനത്ത് റഹ്മാൻ, നന്ദൻ, മിർഷാദ് തുടങ്ങിയവർ കുത്തിരിപ്പ് സമരത്തിൽ പങ്കെടുത്തു. പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് S ഗിരീഷിന്റെ നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറിക്കും ചെയർപേഴ്സണും പരാതി നൽകി. ക്യാമറ വന്ന സമയത്ത് ക്യാമറയ്ക്ക് ഫേസ് ചെയ്തിട്ട് വന്നിട്ട് ചാടി കളിച്ചിട്ട് ജാൻസി റാണിയായിട്ട് കാര്യമില്ല. അതെ, അത് നാട്ടുകാർ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് മന്ത്രം ചൊല്ലിക്കൊണ്ട് ആക്കാനൊന്നും കഴിയൂല. അത് ആ ഒരു സംഭവത്തിന് മുനിസിപ്പാലിറ്റി റോഡ് മുനിസിപ്പാലിറ്റി എല്ലാ മുനിസിപ്പാലിറ്റി റോഡുകൾ തന്നെയാണ്. അതിനാണ് അതാത് വാർഡുകൾക്ക് കൗൺസിലർമാരെ ആക്കിയിട്ടുള്ളത്. കൗൺസിലർമാരുടെ പോരായ്മ കൊണ്ട് മനസ്സിലായി. ആ കൗൺസിലർ എന്ന് പറഞ്ഞാൽ അവരെ മാത്രമല്ലല്ലോ, ആ റോഡ് കടന്നു പോണ സ്ഥലത്ത് നിങ്ങളെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ അയാൾ മോശക്കാരനാ. നിങ്ങൾ കൂടി ഒരു കൗൺസിലർ വെട്ടിവെക്കല്ലേ, പള്ളിയിൽ പോയി പറഞ്ഞാൽ ആളത്. കഴിഞ്ഞ വർഷത്തെ നല്ല വേനൽ സമയത്ത് നമ്മൾ ടാർ ചെയ്തൊരു റോഡാണ്. ആ റോഡിന്റെ റെസ്റ്റോറേഷനുമായി ബന്ധപ്പെട്ടുള്ള അപാകതകൾ കാരണം ആ പൈപ്പ് ലൈനിന് വേണ്ടി കീറിയ കാരണം അവിടെ ആ ഭാഗത്ത് സ്വാഭാവികമായിട്ട് അതിന്റെ റെസ്റ്റോറേഷൻ കറക്റ്റ് ആവാത്തത് കൊണ്ട് അവിടെ ഇരുത്തം വന്ന് ആ റോഡ് കേടുവരികയും നമ്മൾ അവിടുത്തെ കരാറുകാരനെ വിളിച്ചിട്ട് അത് അവരെ കൊണ്ട് തന്നെ അത് പാച്ച് ചെയ്യുകയും ചെയ്തു. പക്ഷെ വീണ്ടും നിങ്ങൾക്കറിയാം നല്ല കാലവർഷമാണ് പ്രാവശ്യം ഉണ്ടായിട്ടുള്ളത്. അത് കാരണം വീണ്ടും റോഡ് കേടാവുക ചെയ്തത്. ഞങ്ങൾക്കിതിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല. ഞങ്ങൾ ഭരണാധികാരികളായിരിക്കുന്ന സമയത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സലാമാഷും വൈസ് ചെയർമാനും എല്ലാവരും ഈ വിഷയത്തിൽ വളരെ വ്യക്തമായിട്ട് ഇടപെട്ടതാണ്. ഞങ്ങൾ വളരെ അടിയന്തിരമായി തന്നെ ആ റോഡിന്റെ വർക്ക്, പിന്നെ ഈ ഉത്സവം വരുന്നത്, ഉത്സവം എന്ന് പറയുമ്പോൾ എല്ലാ നാട്ടുകാരും ഇവിടെ പ്രത്യേകിച്ച് മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ കാര്യത്തിലും വളരെ നന്നായിട്ട് ഇടപെടുന്നുണ്ട്. പക്ഷെ ഇത് BJP കുറച്ചു ദിവസം മുമ്പ് വന്നൊരു സമരം, ഒരു പരിപാടി നടത്തിയപ്പോ അത് പറ്റൂല, അവരെ പൊട്ടിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു സമരം നടത്തണം, ഇത് ഞങ്ങൾ ശരിയാക്കിയതാണെന്ന് വരുത്താൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു കാര്യമാണ്. ഇവിടെ ഇതിന്റെ കറക്റ്റ് പേപ്പർ വർക്കുകൾ നടന്നാൽ മാത്രമേ ഈ വർക്ക് നടക്കുള്ളൂ എന്നുള്ളത് ഒരു കൗൺസിലർക്ക് അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാർക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. എത്രയും വേഗത്തിൽ തന്നെ പ്രവൃത്തി നടത്താമെന്ന സെക്രട്ടറിയുടെ ഉറപ്പിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. പിന്നെ പോലീസ് ലൈൻ മുതൽ ഇങ്ങോട്ട് പൂങ്ങോട്ടോളം സിറ്റി ആ ഭാഗങ്ങളിലൊക്കെ പിന്നെ ഗട്ടറുകൾ അടച്ചു. ടാർ ചെയ്തിട്ട് തന്നെയാണ് അടച്ചത്. റോഡ് ഫുള്ളായിട്ട് ടാർ ചെയ്യാനേ മഴ തടസ്സമാവുള്ളൂ. ഒരു റോഡിനകത്ത് 4 ബോളർ ഇട്ട് ആ കുഴി വന്ന ഭാഗം പിന്നെ ടാർ ചെയ്ത് പാച്ച് ചെയ്യുന്നതിന് മഴ ഒരു തടസ്സമല്ല. ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ പാച്ച് വർക്ക് കരാറുകാരന് എടുക്കൂല. കാരണം പാച്ച് വർക്ക് ലാഭകരമല്ല. കരാറുകാരന് ലാഭമുണ്ടാക്കി കൊടുക്കുന്ന വർക്ക് അവാർഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് ഇവിടുത്തെ ഭരണക്കാർ. അതുകൊണ്ടാണ് തിരൂർ മുനിസിപ്പാലിറ്റിയിലെ റോഡൊന്നും നേരെയാവാത്തത്. എന്താ ഈ മഴക്കാലത്ത് ഇപ്പൊ റോഡ് ഉണ്ടാക്കേണ്ടി വന്ന സ്ഥിതി എന്താ? കരാറുകാർ പറഞ്ഞു ഞങ്ങൾക്ക് 10% ഒരു വർധനവ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ തന്നെ വർക്ക് ചെയ്താൽ പിന്നെ ഞങ്ങൾക്ക് ആ സംഖ്യ നഷ്ടാവും. അപ്പൊ സാധാരണ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തിൽ നടക്കേണ്ടുന്ന വർക്ക് അവർ ഈ വർധനവ് കാത്തു നിന്നു. ആ വർധനവ് വന്നില്ല. ഏപ്രിൽ, മെയ് മാസമായപ്പോ അവർ പറഞ്ഞു ഞങ്ങൾ വർക്ക് എടുക്കൂല, മഴയാണെന്ന് പറഞ്ഞു. അപ്പൊ കരാറുകാർ നിർദ്ദേശിക്കുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ നടക്കുന്ന സ്ഥിതിയിലേക്ക് വരുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പൊ ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ പിടിയിൽ അമർന്നിട്ടല്ലാതെ ഒരിഞ്ച് ഒരു കാര്യം ചെയ്യാൻ ഈ ഭരണക്കാർ തയ്യാറല്ല എന്ന സമീപനമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഞങ്ങൾ ശക്തമായ സമരത്തിലേക്ക് പോകും.
പിന്നെ ഇത് വളരെ ഗൗരവമായ പ്രശ്നമാണ്. ഈ തീരുമാനം കൗൺസിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും ഒക്കെ തീരുമാനിച്ചിട്ടും ചെറുവിരൽ അനക്കാതെ ഇരിക്കുന്ന ഈ സമീപനം ശരിയല്ല. പിന്നെ ആ വിവരം സെക്രട്ടറിയെ അറിയിച്ചിട്ടുണ്ട്. സെക്രട്ടറിയോട് ഈ കാര്യത്തിൽ തീരുമാനമാകാതെ ഇന്ന് സെക്രട്ടറിക്ക് പോകാൻ കഴിയില്ല എന്ന ഒരു സമീപനം സ്വീകരിച്ച സമയത്ത് പിന്നെ നാളെ സെക്രട്ടറി എയോട് ആലോചിച്ചിട്ടുണ്ട്. ഇന്ന് ഓഫീസിൽ ഇല്ല. എയിനോട് ഫോണിൽ സംസാരിച്ചിട്ട് മഴ കുറഞ്ഞാൽ നാളെ, അതല്ല എന്നുണ്ടെങ്കിൽ പരമാവധി ഒരാഴ്ചക്കകം ഈ റോഡിന്റെ പാച്ച് വർക്ക് നടത്താമെന്ന് സെക്രട്ടറി രേഖാമൂലം ഉറപ്പു നൽകിയിട്ടുണ്ട്. ന്യൂസ് ടുഡേ തിരൂർ. SSLC +2 കഴിഞ്ഞു, ഇനി എന്ത്? നാട്ടുകാർ ചോദിക്കും മുമ്പേ അന്തസ്സായി പറയുന്നേ, ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു. 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ.